ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവരും സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. ഇന്നെന്തായാലും നമുക്ക് കുറച്ച് ബോർഡർ ഐഡിയാസ് ഒക്കെ നോക്കാം. 1-2 ബോർഡർ ഐഡിയാസ് നല്ല 10 ബോർഡർ ഐഡിയാസ് ഉണ്ട്. ഒക്കെ സിമ്പിളാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബോർഡർ നമ്പർ 1 ഇത് ഞാൻ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെപ്പറ്റി എനിക്ക് അധികം പറയാനില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ ബോർഡർ നമ്പർ 2 പോകാം. രണ്ടാമത്തത് നമ്മൾ എന്താണ് വരക്കണത് അതിൻ്റെ താഴെയായിട്ട് 3 or 4 എത്രയാണ് വേണ്ടത് വെച്ചാൽ അത്ര സ്റ്റെംസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഫ്ലവറും കൂടെ വരച്ചു കൊടുക്കുക. ഈ ഫ്ലവർ നിങ്ങൾ അധികം എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് ലീഫ് വരച്ച് കൊടുക്കുക, കളർ ചെയ്യുക, മാർജിൻ വരക്കുക. ഇത്രയേ ഉള്ളൂ നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത് നമ്പർ 3 ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് വിഗ്ലി പാറ്റേൺസ് പോലെ വരച്ചെടുക്കുക. പേസ്റ്റൽ കളർ ചൂസ് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ പേസ്റ്റൽ കളേഴ്സ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ, ലൈറ്റ് ബ്ലൂ, ലൈറ്റ് പിങ്ക്, അതൊക്കെ എടുത്താൽ മതി. എന്നിട്ട് ബ്ലാക്ക് ഔട്ട്ലൈൻ പോലെ റഫായിട്ട് വരച്ചു കൊടുക്കുക. കറക്റ്റ് അതുപോലെ വരക്കണം എന്നൊന്നുമില്ല. അപ്പം ഇതാണ് ബോർഡർ നമ്പർ 3 എന്ന് പറഞ്ഞാൽ. അടുത്തത് ബോർഡർ നമ്പർ 4. അപ്പോൾ എല്ലാതും സിമ്പിൾ തന്നെയല്ലേ. ഇത് ചെയ്തതിൽ വെച്ച് എനിക്ക് സിമ്പിളായിട്ട് തോന്നിയതും അധികം കളേഴ്സൊന്നും യൂസ് ചെയ്യാത്തതുമായ ബോർഡർ ഐഡിയ ഇതായിരിക്കും. അപ്പോൾ വേറെ ഒന്നല്ല, കുറച്ച് ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. അതാണ് ഇപ്പോൾ ഇതിൽ മെയിൻ. ആദ്യം യെല്ലോ കളർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് യെല്ലോ ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ഇതിൽ വരച്ചെടുക്കുക. അതിന് പ്രത്യേകിച്ച് കളറൊന്നും വേണ്ട. പിന്നെ മാർജിൻ വരക്കുക. നെക്സ്റ്റ് നമ്പർ 5. നമ്പർ 5 എന്ന് പറഞ്ഞാൽ ഒരു പേസ്റ്റൽ കളറോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറാവാം. ലൈറ്റ് കളേഴ്സ് എടുക്കുകയാണ് നല്ലത്. എന്നിട്ട് കുറേ റൗണ്ട്സ് വരച്ചു കൊടുക്കുക, ചെറുതും വലുതൊക്കെ ആയിക്കോട്ടെ. പിന്നെന്താ, വീഡിയോയിൽ കാണുന്ന പോലെ ഇലയും വള്ളിയൊക്കെ വരച്ചു കൊടുത്തിട്ട് അതുപോലെ ചെയ്യാം. ഈ ഒരു ഇലയിൽ നേരെയുള്ള വരയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു സമാന്തര വരകളാണ് ഞാനിപ്പോൾ ഇതിൽ വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ വരച്ചു കൊടുക്കണമായിരിക്കും നല്ലത്. പിന്നെ അതിന് ബോർഡർ വരച്ചു കൊടുക്കുക. സ്കെയിൽ വെച്ചിട്ടോ അത് ഇതുപോലെ നല്ല ഭംഗിയുള്ള അല്ലെ എസ്തെറ്റിക് ആയിട്ടുള്ള ബോർഡേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് സിമ്പിളുള്ളത് മാത്രം ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് അപ്പം ഏതാണ് സിമ്പിളായിട്ടുള്ളതെന്നൊക്കെ പറയാം. അപ്പം ബോർഡർ നമ്പർ 6 ഇതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് തണ്ട് പോലെ ചെരിഞ്ഞും വളഞ്ഞൊക്കെ വരച്ചു കൊടുത്തോ. പിന്നെന്താ, അതിൻ്റെ അറ്റത്തൊക്കെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. എനിക്കൊന്നും മിക്കതും ഇതുപോലെ തന്നെ ആയിരിക്കും. ഇങ്ങനെ പൂവും തണ്ടൊക്കെ ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ അതിന് ലീവ്സൊക്കെ വരച്ചു കൊടുക്കുക. ശേഷം അതിന് വേണമെങ്കിൽ കളർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇരുന്നാലും ഭംഗിയുണ്ട് കാണാൻ. ബോർഡർ ഞാൻ അങ്ങനെ എല്ലാത്തിനും വരച്ചു കൊടുക്കുന്നില്ല. 6, 7, 8 നമ്പറുള്ള ബോർഡർ ഐഡിയാസൊക്കെ ഞാൻ ഒരൊറ്റ പേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം ബോർഡർ നമ്പർ 7 ഇതും അതുപോലെ ആദ്യം ഒരു വള്ളി വരച്ചു കൊടുക്കുക, ഫ്ലവർ വരച്ചു കൊടുക്കുക. അതൊക്കെ തന്നെ. ഇതിൽ ഫ്ലവർ ഇല്ല തോന്നുന്നു, ഇതിൽ ലീവ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ സൈഡിലൂടെ കുറച്ച് സ്റ്റാർസൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കളർ ചെയ്യാം, അത്രയേ ഉള്ളൂ. കളർ ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ നല്ല ഭംഗിയാണ്. പിന്നെ ബോർഡർ നമ്പർ 8 ഇത് പിന്നെ നിങ്ങൾ ചെയ്യണം എന്നൊന്നുമില്ല. അത് കണ്ടിട്ട് എനിക്ക് ബോർഡർ ഐഡിയ ആയിട്ട് തോന്നുന്നില്ല. ഇപ്പം എന്താ സംഭവിച്ചത്, വരച്ച ക്ലിപ്പ് ഞാൻ വിട്ടുപോയി. അതെന്തായാലും അവിടെ കിട്ടെ, കണ്ടിട്ട് മനസ്സിലായില്ലോ. ഇതിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ബോർഡർ ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ കണക്കിലെടുത്തിട്ടില്ല. അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ബോർഡർ നമ്പർ 9 പോവാം. ഇതും മുന്നേ ചെയ്ത പോലെ കുറച്ച് കളേഴ്സ് ഒക്കെ ഡോട്ട് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ലൈറ്റ് ബ്ലൂ, ബേബി പിങ്ക്, അതൊക്കെ പറ്റും. പിന്നെ എൻ്റെ കഷ്ടകാലത്തിൽ ഞാൻ ബ്ലാക്ക് സ്കെച്ചാണ് എടുത്തത്. ബ്ലാക്ക് സ്കെച്ചിനാണെങ്കിൽ കളറും ഇല്ലായിരുന്നു, ആകെപ്പാടെ ചമ്മിപ്പോയി. എന്നിട്ട് തന്നെ കളർ വന്ന് അതിൻ്റെ വരച്ചതിൻ്റെ മുകളിൽ കൂടി തന്നെ വരച്ചിട്ടായിരുന്നു. മര്യാദക്ക് ആ ഒരു ബ്ലാക്ക് പെൻ എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ നിൽക്കട്ടെ. എനിക്ക് വരച്ചിട്ട് വരയണമില്ല. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള ബോർഡർ നമ്പർ 10 ഇതെന്തോ അവസാനത്തെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഫോണിൽ നിന്ന് ആ ക്ലിപ്പ് പോയതുകൊണ്ടാണ് ബോർഡർ നമ്പർ 10 കിട്ടാത്തത്. വലിയ ഫ്ലോയിൽ പറഞ്ഞു വന്നതായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ബോർഡർ ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു യെല്ലോ ആണ്. ഇത് പിന്നെ കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാ.